നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ട്രാൻസിഷൻ എന്ന് പറയുന്നൊരു പ്രോപ്പർട്ടിയാണ്. സോ ട്രാൻസിഷൻ പ്രോപ്പർട്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു HTML എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി വാല്യൂസ് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ അതൊരു സ്മൂത്ത് ആയിട്ടുള്ളൊരു ട്രാൻസിഷൻ നമുക്ക് വരുന്നതിന് വേണ്ടിയാണ്. സോ ചേഞ്ച് ആവുന്നത് നമുക്ക് സ്മൂത്തായി ചേഞ്ച് ആവുന്നതിന് വേണ്ടിയാണ്. ഉദാഹരണമായി നമ്മളൊരു പിക്ചറിൻ്റെ സൈസ് കൂട്ടുകയാണെങ്കിൽ അത് നമുക്ക് വളരെ സ്മൂത്തായിട്ട് അത് നമുക്ക് കാണാൻ സാധിക്കണം. അതുപോലെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് റൊട്ടേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കണം. അല്ലാതെ സഡൻലി റൊട്ടേറ്റ് ചെയ്യുന്നതല്ല. ആ വാല്യൂ ചേഞ്ച് ആവുന്നത് വളരെ സ്മൂത്തായിട്ട് ഒരു ട്രാൻസിഷൻ എഫക്റ്റ് കൊടുക്കുന്നതിനാണ് നമ്മൾ ഈ ട്രാൻസിഷൻ പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നത്. സോ ഉദാഹരണമായി എനിക്കിവിടെ ഒരു ക്യാറ്റിൻ്റെ പിക്ചർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ഒറിജിനൽ വിഡ്ത്തും ഹൈറ്റും എല്ലാം നമ്മളിവിടെ കൊടുത്തു. സോ ഇനി നമ്മളിത് ഒരു ഇമേജ് ഹോവർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഇമേജിന് മുകളിൽ നമ്മൾ മൗസ് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണം? സോ നമുക്ക് നമ്മൾ നേരത്തെ പഠിച്ച ട്രാൻസ്ഫോം എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിൽ നമ്മൾ റൊട്ടേറ്റ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ സെലക്ട് ചെയ്യുന്നു. സോ ഇതിൽ നമ്മൾ ഒരു 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നു. സോ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് മുകളിൽ മൗസ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം വളരെ പെട്ടെന്ന് ഇത് സഡനായിട്ടാണ് ഇത് റൊട്ടേറ്റ് ആവുന്നത്. സോ നമുക്കത് വളരെ സ്മൂത്തായിട്ട് റൊട്ടേറ്റ് ചെയ്യിക്കണം. അതിനാണ് നമ്മൾ ട്രാൻസിഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നത്. സോ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഏത് എലമെൻറ്റിനാണോ നമ്മൾ ട്രാൻസിഷൻ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നത് അതിനുള്ളിൽ വന്നതിന് ശേഷം നമ്മൾ ട്രാൻസിഷൻ എന്ന് കൊടുക്കുക. ശേഷം ഏത് പ്രോപ്പർട്ടിയാണോ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്, സോ നമ്മൾ റൊട്ടേറ്റ് എന്ന് ട്രാൻസ്ഫോം എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. സോ ഞാനിവിടെ ട്രാൻസ്ഫോം എന്ന് കൊടുക്കുന്നു. പിന്നെ സ്പേസ് കൊടുത്ത ശേഷം നമ്മൾ എത്ര സമയമെടുത്താണ് അത് ചെയ്യേണ്ടത്, എത്ര സമയമെടുത്താണ് നമുക്ക് ട്രാൻസിഷൻ കൊടുക്കേണ്ടത്. സോ ട്രാൻസിഷൻ ഡ്യൂറേഷനാണ് നമ്മൾ അടുത്തായി കൊടുക്കേണ്ടത്. സോ നമ്മളിവിടെ ഉദാഹരണമായി 2 സെക്കൻഡ് എന്ന് കൊടുക്കുന്നു. സെക്കൻഡ് കൊടുക്കാം, അതുപോലെ മില്ലി സെക്കൻഡ് കൊടുക്കാം. സേവ് ചെയ്യുന്നു. സോ നമ്മൾ 2 സെക്കൻഡ് എടുത്തിട്ടായിരിക്കും ഇത് 0 ഡിഗ്രിയിൽ നിന്ന് 90 ഡിഗ്രിയിലോട്ട് റൊട്ടേറ്റ് ആവുന്നത്. സോ നമ്മൾ ഇനി സേവ് ചെയ്ത് ഈ പിക്ചറിന് മുകളിൽ നമ്മൾ മൗസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം സ്മൂത്തായിട്ട് ഇത് 90 ഡിഗ്രി ഇതുപോലെ റൊട്ടേറ്റ് ആവുന്നു. സോ ഇത്തരത്തിൽ നമുക്കൊരു എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി വാല്യൂ ചേഞ്ച് ചെയ്യുമ്പോൾ അതിനുള്ളൊരു സ്മൂത്ത് ആയിട്ടുള്ളൊരു ട്രാൻസിഷൻ എഫക്റ്റ് കൊടുക്കുന്നതിന് നമുക്ക് ഈ ട്രാൻസിഷൻ പ്രോപ്പർട്ടി നമുക്ക് ഉപയോഗിക്കാം. ഇനി അതുപോലെ നമുക്ക് മറ്റൊരു പ്രോപ്പർട്ടി കൂടി ഇതുപോലെ ഇത് ചെയ്യണമെങ്കിൽ, സോ ഉദാഹരണമായി നമുക്ക് ഇതിൻ്റെ വിഡ്ത്ത് നമുക്ക് കൂട്ടണമെങ്കിൽ, സോ ഞാനിവിടെ വിഡ്ത്ത് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഇപ്പോൾ 100 പിക്സലാണുള്ളത്, ഞാനത് 200 പിക്സൽ കൊടുക്കുന്നു. സേവ് ചെയ്യുന്നു. സോ നമ്മൾ മൗസ് ഹോവർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് റൊട്ടേഷൻ വളരെ സ്മൂത്തായിട്ടാവുന്നു, പക്ഷേ നമ്മുടെ വിഡ്ത്ത് എന്ന് പറയുന്നത് വളരെ സഡൻലി ആവുന്നു, പെട്ടെന്നാവുന്നു. സോ നമുക്ക് വിഡ്ത്ത് ഇവിടെ നമ്മളിവിടെ ആഡ് ചെയ്തില്ലായിരുന്നു. സോ നമുക്ക് ട്രാൻസിഷനിൽ മറ്റൊരു പ്രോപ്പർട്ടി കൂടി ആഡ് ചെയ്യണമെങ്കിൽ ആദ്യത്തെ പ്രോപ്പർട്ടിക്ക് ശേഷം നമ്മൾ കോമ കൊടുത്ത ശേഷം രണ്ടാമത്തെ പ്രോപ്പർട്ടിയായ വിഡ്ത്ത് കൊടുക്കുന്നു. അതിനുശേഷം അതിൻ്റെ ഡ്യൂറേഷൻ നമ്മളൊരു 3 സെക്കൻഡ് കൊടുക്കുന്നു. സേവ് ചെയ്യുന്നു. സോ ഇനി നമ്മൾ മൗസ് ഇവിടെ ഈ ഇമേജിന് മുകളിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം വളരെ സ്മൂത്തായിട്ടുള്ളൊരു ട്രാൻസിഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മുടെ വിഡ്ത്ത് നമുക്ക് 3 സെക്കൻഡ് എടുക്കുന്നതായി കാണാൻ സാധിക്കും. അതിൻ്റെ ഡ്യൂറേഷൻ വ്യത്യാസവും നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ 90 ഡിഗ്രി കഴിഞ്ഞതിന് ശേഷവും നമുക്കത് നമ്മുടെ വിഡ്ത്ത് 1 സെക്കൻഡ് നേരത്തേക്ക് വീണ്ടും അതിൻ്റെ വിഡ്ത്ത് കൂടുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഇത്തരത്തിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ പ്രോപ്പർട്ടീസ് ഇതുപോലെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ട്രാൻസിഷൻ ടൈമിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. സോ ഇതുപയോഗിച്ച് നമുക്ക് നമ്മുടെ ട്രാൻസിഷൻ ടൈമിംഗ് എങ്ങനെയാണോ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ സ്ലോ ആയി സ്റ്റാർട്ട് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. സോ ഇതിൽ ആദ്യമായി വരുന്നത് നമ്മൾ ട്രാൻസിഷൻ ടൈമിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. സോ ഇതിൽ ആദ്യമായി നമ്മൾ കൊടുക്കുന്നത് ഈസ് എന്ന് പറയുന്ന വാല്യൂ ആണ്. സോ ഈസ് എന്ന് പറയുന്ന വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഡീഫാൾട്ട് ആയിട്ടുള്ള വാല്യൂ ആണ്. നമ്മൾ കൊടുത്തില്ലെങ്കിലും ഈസ് എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും നമ്മുടെ എലമെൻറ്റിന് അപ്ലൈ ചെയ്യുന്നത്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കണ്ടതുപോലെ സ്ലോ ആയി സ്റ്റാർട്ട് ചെയ്യുന്നു, ശേഷം സ്പീഡ് കൂടുന്നു, അതുപോലെ സ്ലോ ആയി എൻഡ് ചെയ്യുന്നു. നമ്മുടെ ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്ലോ ആയിരിക്കും, ശേഷം സ്പീഡ് കൂടുന്നു, അതുപോലെ സ്ലോ ആയി എൻഡ് ചെയ്യുന്നു. ഇതാണ് ഈസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്കതൊരു 360 ഡിഗ്രിയിലോട്ട് നമുക്ക് മാറ്റാം. സോ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. സേവ് ചെയ്യാം. മൗസ് നമ്മൾ ഹോവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം സ്ലോ സ്റ്റാർട്ട്, അതിനുശേഷം സ്പീഡ് കൂടുന്നു, അതിനുശേഷം സ്ലോ ആയി എൻഡ് ചെയ്യുന്നു. സോ ഇതാണ് ഈസ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നത് ലീനിയർ എന്ന് പറയുന്ന വാല്യൂ ആണ്. സോ ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും എല്ലാം ഒരേ സ്പീഡിലായിരിക്കും. സോ നമ്മൾ മൗസ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരേ സ്പീഡിലായിരിക്കും, ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിലായിരിക്കും അത് സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതുമെല്ലാം. സോ പിന്നെ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് ഈസ് ഇൻ ആണ്. ഈസ് ഇൻ ഇത് സ്ലോ ആയിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്, ബാക്കി പിന്നെ എൻഡ് ചെയ്യുന്നതെല്ലാം വളരെ സ്പീഡിലായിരിക്കും. സോ നമ്മൾ മൗസ് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ സേവ് ചെയ്ത് മൗസ് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കാണാം സ്ലോ ആയിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മൾ വളരെ ശ്രദ്ധിച്ചാൽ മാത്രമേ അത് കാണാൻ സാധിക്കുള്ളൂ. കാരണം ഞാനിവിടെ 3 സെക്കൻഡ് കൊടുക്കാം. സേവ് ചെയ്യാം. സോ ഞാൻ മൗസ് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ സോ
സ്ലോ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ സ്പീഡിലായി എൻഡ് ചെയ്യുന്നു. അതുപോലെയാണ് നമുക്ക് ഈസ് ഔട്ട് എന്ന് പറയുന്നത്. ഇതിന് നേരെ ഓപ്പോസിറ്റാണ് ഈസ് ഔട്ട്. സ്പീഡിൽ സ്റ്റാർട്ട് ചെയ്ത് സ്ലോ ആയി എൻഡ് ചെയ്യുന്നു. ഈ ഒരു രീതിയിൽ സ്പീഡിൽ സ്റ്റാർട്ട് ചെയ്ത് സ്ലോ ആയി എൻഡ് ചെയ്യുന്നു. സോ നമ്മുടെ എലമെൻറ്റ്സിന് വേണ്ട രീതിയിലുള്ള ഒരു ടൈമിംഗ് ഫംഗ്ഷൻ നമുക്ക് കൊടുക്കാൻ സാധിക്കും. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ട്രാൻസിഷൻ ഡിലേ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. സോ ട്രാൻസിഷൻ ഡിലേ തൽക്കാലം ഞാനിത് ഡിലീറ്റ് ചെയ്യുന്നു. ട്രാൻസിഷൻ ഡിലേ എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമ്മൾ എത്ര സെക്കൻഡ് നേരം കഴിഞ്ഞാണ് നമ്മുടെ ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഇതിൽ നിന്ന് ഈ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ സാധിക്കും. 3 സെക്കൻഡ് എന്ന് കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. സോ നമ്മൾ മൗസ് ഇതിന് മുകളിൽ കൊണ്ടുവന്ന് കഴിഞ്ഞ് 3 സെക്കൻഡ് നേരത്തിന് ശേഷം മാത്രമേ ഇതിൻ്റെ അനിമേഷൻ സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. സോ ഉദാഹരണമായി ഞാനിവിടെ മൗസ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ 3 സെക്കൻഡ് കഴിഞ്ഞ് അതിന് ശേഷം മാത്രമേ നമ്മുടെ ഈ അനിമേഷൻ അല്ലെങ്കിൽ നമ്മുടെ ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. സോ നമുക്ക് ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ മൗസ് ഇവിടെ കൊണ്ടുവന്ന് വന്നു. 1 2 3 നമ്മുടെ അനിമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. സോ 3 സെക്കൻഡ് കൊടുത്തത് കൊണ്ടാണ് നമുക്ക് അത്രയും ഈ ട്രാൻസിഷൻ ഡിലേ വന്നത്. സോ 1 സെക്കൻഡ് ആണെങ്കിൽ നമുക്ക് 1 സെക്കൻഡ് ഡിലേ ലഭിക്കുന്നു. സേവ് ചെയ്യാം. ഓക്കെ, ഇത്തരത്തിൽ നമുക്കൊരു ട്രാൻസിഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് എത്ര സമയം നമുക്ക് എടുക്കണം എന്നത് തീരുമാനിക്കുന്നതിന് നമുക്ക് ഈ ട്രാൻസിഷൻ ഡിലേ എന്ന് പറയുന്ന ഈ പ്രോപ്പർട്ടി ഉപയോഗിക്കാം. അതുപോലെ നമുക്ക് മറ്റു പ്രോപ്പർട്ടീസ് എല്ലാം കൊടുക്കാൻ സാധിക്കും. സോ ഉദാഹരണമായി ഞാനിവിടെ ട്രാൻസിഷൻ വിഡ്ത്ത് എന്ന് കൊടുക്കുന്നു. വിഡ്ത്ത് നമുക്ക് 3 സെക്കൻഡ് കൊടുക്കാം. സോ ഞാനിവിടെ ഹോവറിൽ വന്നതിന് ശേഷം വിഡ്ത്ത് ഞാൻ 300 പിക്സൽ കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. ട്രാൻസിഷൻ ഡിലേയും ഞാൻ തൽക്കാലം ഡിലീറ്റ് ചെയ്യുന്നു, സേവ് ചെയ്യാം. സോ നമ്മൾ മൗസ് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം നമുക്ക് വിഡ്ത്ത് ഇൻക്രീസ് ആവുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ നമുക്ക് ഏതൊരു പ്രോപ്പർട്ടിയും ഇത് ഉപയോഗിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്.